2 എപ്പിസോഡിന്റെ അവസാനം ലാലേട്ടൻ പോയിട്ട് ജിൻഡോയും രശ്മിനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എൻ്റെ സൗണ്ട് ചെറുതായിട്ട് ഒരു മാറ്റമുണ്ട്, കോൾഡ് പിടിച്ചിരിക്കുകയാണ്, ഓക്കെ ആയി വരുന്നതേ ഉള്ളൂ. സോ അപ്പോൾ എന്താന്ന് പറഞ്ഞാൽ ആ ക്യാപ്റ്റൻസി എങ്ങനെയുണ്ടായിരുന്നു രശ്മിൻ്റെ എന്ന് ചോദിച്ചതിന് ജിൻഡോ ഒരു ആൻസർ പറയുന്നു. അതിൻ്റെ അപ്പോൾ കടിച്ചു പിടിച്ച് രശ്മിൻ ഇരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. സോ അതാണ് ലാലേട്ടൻ പോയ ശേഷം അവിടെ ഇട്ട് ഫൈറ്റ് ചെയ്യുന്നത്. അതായത് രശ്മിൻ്റെ ഭാഗം എന്താണെന്ന് പറഞ്ഞാൽ, ഞാൻ പണ്ടുണ്ടായിരുന്ന, അതായത് മുൻപ് ഉണ്ടായിരുന്ന ഗുണ്ടയാണെങ്കിൽ ഇപ്പൊ നിന്നെ അടിച്ചു നിർത്തിയേനെ എന്നുള്ളതാണ് കാണിക്കുന്നത്. അതായത് പവർ റൂമിൽ ജിൻഡോയോടൊപ്പം ഉണ്ടായപ്പോൾ ഭയങ്കര ഗുണ്ടായുസം കാണിച്ചിരുന്നു. ഞാനിപ്പോൾ അങ്ങനെ ക്ഷമിച്ച് എൻ്റെ മാക്സിമം ക്ഷമയുടെ നെല്ലിപ്പലക കണ്ട് ഞാൻ എല്ലാവരും സോഫ്റ്റ് ആയിട്ടാണ് ഈ ക്യാപ്റ്റൻസിൽ ഞാൻ ബിഹേവ് ചെയ്തുകൊണ്ട് പോകുന്നത്. ആ എന്നെ ഇത്രയും എനിക്ക് ഇഷ്ടമേ അല്ല ജിൻഡോയെ, എന്നിട്ടും ജിൻഡോയെ എൻ്റെ മാക്സിമം ഞാൻ സഹിച്ച് കൊണ്ടുപോയതാണ്. അവിടെ എന്നെ പറ്റി ഇങ്ങനെ പറയുന്നു എന്ന് പറഞ്ഞു, നീ മന്ദബുദ്ധിയാടാ, നീ ബുദ്ധിയില്ലാത്തവനാണ്, വിവരമില്ലാത്തവനാണ്, പൊട്ടനാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ മന്ദബുദ്ധി എന്നെല്ലാം വിളിച്ച് പറയുന്നിടത്ത് പിന്നെ ബിഗ് ബോസ് അവിടെ മ്യൂട്ട് ചെയ്തിട്ടാണ് കേൾപ്പിക്കുന്നത്. എന്തിനാണ് അങ്ങനെ ബിഗ് ബോസ് മ്യൂട്ട് ചെയ്യേണ്ട കാര്യം? ഈ കണ്ടസ്റ്റന്റുകൾ ഈ പറയുന്ന തോന്നിയാസങ്ങളെല്ലാം വിളിച്ചു പറയുമ്പോൾ അത് പ്രേക്ഷകരിലേക്ക് വിട്ടുകൊടുക്കണം. നോമിനേഷനിൽ വരികയാണെങ്കിൽ, ഇത്തവണ രശ്മിൻ നോമിനേഷനിൽ വരികയാണെങ്കിൽ പ്രേക്ഷകർ തീരുമാനിക്കട്ടെ അവരെവിടെ നിൽക്കണോ പോകണോ എന്നുള്ളത്. അതുപോലെ കരിഞ്ഞ മത്സ്യകന്യകനെന്ന് ജിൻഡോയെ വിളിച്ച് ജാസ്മിൻ ആക്ഷേപിച്ചു, പ്രേക്ഷകർ പ്രതികരിച്ചതല്ലാതെ അത് ആദ്യത്തെ കുറെ തവണ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഇതുപോലെ മ്യൂട്ട് ചെയ്തിട്ട് തന്നെ വിട്ടു. അപ്പൊ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ബിഗ് ബോസ് വീടിനകത്ത് പറയാൻ പാടില്ല എന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് ബിഗ് ബോസ് ലാലേട്ടന് അതിനെതിരെ ആക്ഷൻ എടുക്കുകയുമില്ല. ഇത് കേൾക്കുന്ന പ്രേക്ഷകർ കുറെ പേര് റിയാക്ട് ചെയ്യുകയും ചെയ്യും. എന്നാൽ കാര്യമില്ലാത്ത കാര്യത്തിന് പ്രേക്ഷകർ കണ്ടിട്ട് പോലും ഇല്ലാത്ത സിബിൻ കാണിച്ച ഒരു ഗസ്റ്ററിനെ സിബിൻ വലിയ സംഭവമാണ് ചെയ്തെന്ന് പറഞ്ഞ് പുറത്താക്കുകയും ചെയ്തു. ഇപ്പൊ അതിനെതിരെ അഖിൽമാരാർ വന്നപ്പം പറയുന്നുണ്ട്, സീസൺ 5 ഞങ്ങൾ എന്തോരം കാണിച്ചിരിക്കുന്നു, ഈ പറയുന്ന ഞാനടക്കം കാണിച്ചിട്ടുണ്ട്, ബിഗ് ബോസ് എത്രയോ പേര് ഇതുപോലെ കാണിച്ചിട്ടുണ്ട്, എന്നിട്ടൊന്നും ബിഗ് ബോസ് ആക്ഷൻ എടുത്തിട്ടേ ഇല്ല, സിബിൻ കാണിക്കുന്നത് പ്രേക്ഷകർ കാണുന്ന പോലുമില്ല. അപ്പോൾ അതിന് സിബിൻ കാണിച്ചത് തെമ്മാടിത്തരമാണ് എന്ന് പറഞ്ഞ് പുറത്താക്കിയില്ല. ഇത് ടൈറ്റിൽ വിന്നർ അഖിൽമാരാർ തന്നെ വന്ന് പറഞ്ഞതാണ്. അപ്പൊ ബിഗ് ബോസിന്റെ എന്താ പറയാ, ബിഗ് ബോസ് അത് മൂഞ്ചിപ്പോയില്ലേ, ബിഗ് ബോസിനെതിരെ ഇങ്ങനെ ഒരു തിരിച്ചടി കിട്ടുന്നുള്ളതൊന്നും വിചാരിച്ചതേ ഇല്ല. അപ്പൊ അതേപോലെ പറഞ്ഞു വന്നത് എന്താന്ന് പറഞ്ഞാൽ, കരിഞ്ഞ മത്സ്യകന്യകൻ ആരും ചോദിച്ചതേ ഇല്ല, അത് വളരെ ലാഘവത്തോടു കൂടി ലാലേട്ടൻ വന്ന് കൈകാര്യം ചെയ്തിട്ട് പോയി. അപ്പോഴും ബീപ് സൗണ്ട് ഉണ്ടായിരുന്നു, മ്യൂട്ട് ചെയ്ത് നമുക്ക് കേൾപ്പിച്ചിരുന്നു. ഇപ്പൊ രശ്മിൻ പറയുന്ന പല വാക്കുകളും, ജിൻഡോ പറയുന്നത് ഫുള്ളായിട്ട് നമുക്ക് കേൾക്കുന്നുണ്ട്, രശ്മിൻ പറയുന്നതെല്ലാം പാതി മ്യൂട്ട് ചെയ്തിട്ടാണ് പോകുന്നത്. ബുദ്ധിയില്ലാത്തവൻ, മന്ദബുദ്ധി എന്ന് പറയുന്നത് എന്താന്ന് പറഞ്ഞാൽ ചില സ്വഭാവത്തിന്റെ കുറവ്, ബുദ്ധി വളർച്ചയില്ലാത്തവരുടെ, അത് ദൈവം ജനിപ്പിക്കുമ്പോൾ കൊടുക്കുന്ന എല്ലാവർക്കും കുറെ കഴിവുകൾ കൊടുക്കില്ലല്ലോ, കുറെ പേർക്ക് അതിന്റെ കുറവുകൾ കൊടുക്കുന്നു. അങ്ങനെയുള്ളവരുടെ കുറെ പ്രായം ഉണ്ടാവും, ചിലർക്ക് ചെറിയ ബുദ്ധിയായിരിക്കും. അങ്ങനെയുള്ളവരെ അടച്ചാക്ഷേപിക്കുന്ന രീതിയിലാണ് ഈ രശ്മിനെ കോപം വരുമ്പോൾ വിളിച്ചു പറയുന്നത് മന്ദബുദ്ധികളുടെ രാജാവേന്ന്. അങ്ങനെയൊക്കെ പറയേണ്ട കാര്യമുണ്ടോ? അത് കറക്റ്റാണ്, രശ്മിൻ പറയുന്നത് കറക്റ്റാണ് എങ്കിൽ മുഴുവൻ പ്രേക്ഷകരെ കേൾപ്പിക്കുക. അതല്ലാതെ അവിടെയെല്ലാം മ്യൂട്ട് ചെയ്തിട്ട് പിന്നെ ഒരുപാട് വേർഡ്സ് പറയുന്ന കാര്യങ്ങൾ അലറിക്കൊണ്ട് പറയുന്ന ഒരുപാട് വേർഡ്സുകൾ അവിടെ മ്യൂട്ട് ചെയ്തിട്ടാണ് ബിഗ് ബോസ് അത് പുറത്തു വിടുന്നത്. സോ അതിന്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ ലാലേട്ടനോ പിന്നെ ബിഗ് ബോസ് അത് ചോദ്യം ചെയ്യണം, ഇനി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ കരിഞ്ഞ മത്സ്യകന്യകൻ എന്ന് വിളിച്ചപ്പോൾ അവിടെ യാതൊരു ആക്ഷൻ എടുക്കാത്തതുകൊണ്ടാണ് ഇത്തവണയും ഇവരിങ്ങനെ വിവരക്കേടുകൾ വിളിച്ചു പറയുന്നത്. പിന്നെ എല്ലാവരുടെ ഒരു ധാരണയുണ്ട്, ജിൻഡോ പൊട്ടനാണ്, മണ്ടനാണ്, ബുദ്ധിയില്ലാത്തവനാണ് എന്നൊക്കെ. ഇവരെക്കാളും ബുദ്ധിയും വിവരം ഉള്ളത് കൊണ്ടാണ് ജിൻഡോ ഇത്രയും നല്ല പ്രേക്ഷകർക്കിടയിൽ നല്ല പേരും കേട്ട് അവിടെ പിടിച്ചു നിൽക്കുന്നത്. സോ അത് ഇവർക്കറിയില്ല, അത് പോട്ടെ, അത് വേറെ കാര്യം. പക്ഷേ ഇതുപോലെ പൊട്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇതെന്തായാലും ചോദിക്കണം, ലാലേട്ടനോ ബിഗ് ബോസിന്റെ ഭാഗത്തുനിന്നോ ഒരു ആക്ഷൻ ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മറ്റൊരാളുടെ കുറവുകളെ വേറൊരാളുടെ പേരിൽ വെച്ച് ആക്ഷേപിക്കരുത്. നമ്മൾക്കൊക്കെ ദൈവം തന്നിട്ടുള്ള ഇപ്പോൾ കുറേ കാര്യങ്ങൾ ദൈവം വലിയ കുഴപ്പമില്ലാതെ തന്നിട്ടുണ്ടാകും, അതിൽ നമ്മൾ അഹങ്കരിക്കരുത്, എപ്പോൾ എന്ത് വേണമെങ്കിലും സംഭവിക്കാം. സോ അപ്പൊ അതുപോലെ ഒരു കൂട്ടം കുറച്ച് പേരുടെ അവർക്ക് അവരുടെ വൈകല്യത്തെ, അവരുടെ സ്വഭാവ വൈകല്യം എന്നുള്ളതല്ല, അവരുടെ ബുദ്ധിയുടെ കറക്റ്റായിട്ട് അവരുടെ ബുദ്ധിക്ക് കുറവ് കൊടുത്തതിനെ ഇങ്ങനെ ആക്ഷേപിച്ചത് മ്യൂട്ട് ചെയ്തിട്ട് ബിഗ് ബോസിന് ഇടാമെങ്കിൽ അത് രശ്മിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കൂ, നോമിനേഷനിലിടൂ, പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കൂ, പ്രേക്ഷകർ തീരുമാനിക്കട്ടെ എവിടെ നിൽക്കണോ പോണോ എന്നുള്ളത്. പിന്നെ രശ്മിനെ ഈ
ഈ ബിഗ് ബോസ് വീട്ടിനകത്ത് എന്ത് ഗെയിമാണ് കളിച്ചിട്ടുള്ളത്? ആകപ്പാട് എന്തെങ്കിലും ഒച്ചയും ബഹളം ഉണ്ടാക്കുന്നത് ജിൻഡോയോട് മാത്രമാണ്. ജിൻഡോയോടൊന്നും മിണ്ടിയില്ലെങ്കിൽ രശ്മിൻ അവിടെ ഗെയിമേ ഇല്ല, വെറും ബിഗ് സീറോ ആണ്. പിന്നെ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഇടയിൽ ഇടനിലക്കാരിയായിട്ട് അവരുടെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കാനായിട്ട്, ഒരു വിള്ളൽ ഉണ്ടാക്കാനായിട്ട് ഇടയിൽ കയറി ഇരിക്കുക എന്നുള്ളതല്ലാതെ രശ്മിൻ അവിടെ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇതുവരെ ഒരു റോളേ ഇല്ല. പിന്നുണ്ടായ റോൾ അതാണ് ഞാൻ പറഞ്ഞത്, ജിൻഡോന്റെ അടുത്ത് മെക്കിട്ട് കയറുക എന്നുള്ളത്. ഇപ്പൊ ഗബ്രിയും ലാസ്റ്റ് താഴ്ന്ന അവസ്ഥയ്ക്ക് ഒറ്റപ്പെട്ടു, ഗബ്രി ഇപ്പൊ പുറത്തു പോവുകയും ചെയ്തു. ഇനി രശ്മിൻ കളിച്ച് കാണിക്കട്ടെ, രശ്മിൻ എന്ത് ഗെയിമാണുള്ളത്? എന്തായാലും ഈ പറഞ്ഞത് പ്രേക്ഷകരെല്ലാം കേട്ടിട്ടാണ് ഇരിക്കുന്നത്. രശ്മിൻ എന്തായാലും നോമിനേഷനിൽ വരട്ടെ. അപ്പൊ അതിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്തോളൂ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.